പോയിരിക്കുക? മനസ്സറിയുന്ന യന്ത്രം പേടിച്ച് നാട് വിട്ട് കാണുമോ? ഡാഡി ഓഫീസിൽ പോകാനും പറഞ്ഞാ പോയെ, ഇനി പോയി കാണൂ? ഏയ് അങ്ങനൊന്നും അവൻ ഓഫീസിൽ പോകത്തില്ല. അതെ. ഏതായാലും നീ ഡാഡി ഒന്ന് ഫോൺ ചെയ്, ഈ യന്ത്രം കേടായെന്ന് പറ, എവിടെയാണെങ്കിലും ഓടി വരും. അതെ. ആ ഹലോ ഡാഡി. ഞാൻ കണ്ണനാ. ഡാഡി ഇപ്പൊ എവിടെ ഉണ്ട്? ഡാഡി പിന്നെ മമ്മിയുടെ മറ്റേ യന്ത്രം കേടായി കേട്ടോ. ഹലോ, ചിരിക്കുവാണോ? നീ ഇവിടെ എവിടെയായിരുന്നു? ഞാനപ്പുറത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ മോനോല്ലി ഈ കേടായ സാധനം തലയെ കെട്ടി വെച്ചോണ്ടിരിക്കുന്നത്? എന്റെ മക്കളെ നീങ്ങി വാ. എന്തിനാ അമ്മേ? അമ്മയൊന്ന് കാണട്ടെ, കൊറേ നേരമായില്ലേ കണ്ടിട്ട്. ഒളിച്ചു നിന്നിട്ട് എന്തൊക്കെ ചെയ്തു നീ അവിടെ? അതെ, ഈ യന്ത്രത്തിന് ഒരു കുഴപ്പമില്ല. ചേട്ടനെ ഇവിടെ വരുത്തിക്കാനുള്ള ഞങ്ങളുടെ ഒരു ഐഡിയ ആയിരുന്നു. അതെ അതെ, കഴിക്കും. നോക്കടേ അവന്റെ മനസ്സ്. ആരോടാ ഇഷ്ടമെന്ന് ഇപ്പൊ അറിഞ്ഞിട്ട് എന്നെ കാര്യം. നോക്ക് നോക്ക് നോക്ക്, അങ്ങനെ വിടരുത്. കള്ളൻ ഉണ്ടാക്കണ്ട. വരുന്നുണ്ട് അർജുനേട്ടാ, മനസ്സിന്ന് വരുന്നുണ്ട്. മോനോല്ലി, ഞാന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പെങ്കൊച്ചിന് പ്രേമലേഖനം കൊടുത്തെന്നുള്ള നേരാ. പിന്നെ അത് മനഃപൂർവ്വം ഒന്നുമല്ല, അന്നത്തെ പ്രായവതല്ലയോ, നീ അങ്ങ് ക്ഷമിക്കും. എന്നിട്ട് നീ അത് എന്നോട് പറയാൻ എന്താടാ? അത് അന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു. പിന്നെ ഇത് ഈ പ്രേമലേഖനം കത്ത് പിടിച്ച മാഷ് എന്നെ പേടിപ്പിച്ചപ്പോ ഞാൻ നിക്കറെ മൂത്രം. മോനോല്ലി, അതിന്റെ പേരില് എനിക്കൊരു ചുക്കൂല്ല. വിഷയം മാറുന്നു. നിങ്ങളിൽ ആരോടാ ഇഷ്ടം കണ്ടുപിടിക്കുക. ആരോടാ ഇഷ്ടം പറയടാ. വരുന്നുണ്ട്, മനസ്സ് വരുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. ഇനി ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ വേണമെങ്കിൽ തൊട്ട് കാണിച്ചു തരാം. എന്നെ തൊട്ട് കാണിക്കാം. എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാവും ഒരുപോലെ. പറയായിരുന്നോ? ശരിക്കും മനസ്സ് പറഞ്ഞാ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഈ വീട്ടില്, അല്ലേ അമ്മേ? അല്ലേ മോനോല്ലി? അതെ അതെ.